നമ്മൾ ബോട്ടിംഗ് പോവാണ്. Hey guys, welcome back to another episode of some silly sharings. In the National Day കഴിഞ്ഞ് കുറച്ച് സ്പെയർ ടൈം കിട്ടിയപ്പോൾ വി തോട്ട് ഓഫ് ഗോയിങ് ഫോർ എ ബോട്ടിംഗ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ബന്ദർ തന്നെയുള്ള ഒരു ബോട്ടിംഗ് സ്പോട്ടാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇറ്റ് വാസ് സോ ഗുഡ് ബിക്കോസ് ബ്രൂണൈയിൽ ലാസ്റ്റ് ഫ്യൂ മന്ത്സിലായിട്ട് നല്ല റെയിനിങ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും റെയിനിങ് ആണ്. അതുകൊണ്ട് ദ റിവർ വാസ് സോ ഫുൾ ആൻഡ് ഇറ്റ് വാസ് ദ റൈറ്റ് ടൈം. ഗൈസ് അവിടെ കാണുന്നത് പാലസ് ആണ്. നമ്മുടെ അല്ല, രാജാവിൻ്റെ ഇവിടുത്തെ സുൽത്താൻ്റെ പാലസ് ആണ്. ആ ഡോം കാണുന്നത് അതാണ് അത്ര ന്യൂ പാലസ്. ഓക്കെ, ദ തിങ് ഈസ് ഇവിടെ ഉള്ളൊരു വലിയ പുഴയാണത്. ഈ പുഴയിൽ തന്നെ കുറച്ച് നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഒരു വാട്ടർ വില്ലേജ് ഉണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഓഫ് ബ്രൂണൈ ആർ സ്റ്റേയിങ് ദെയർ. ആൻഡ് ഇത് നമ്മൾ വേറൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇതിലേ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സുൽത്താൻ്റെ പാലസും സുൽത്താൻ്റെ മകളുടെ പാലസും ഒരു ന്യൂ പാലസ് എന്നാണ് അവർ പറയുന്നത്. ഈ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങളതൊക്കെ അറിയുന്നത്. ആ പാലസൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഓൾസോ ഈ റിവർ ഈസ് ക്വൈറ്റ് ഡേഞ്ചറസ് ബിക്കോസ് ഇവിടെ കുറേ ക്രോക്കഡൈൽസ് ഉണ്ട്, കുറേ മുതലകളുണ്ട്. ഐ ഹവ് ഓൾറെഡി ഡൺ എ ഷോട്ട് ഓൺ ഇറ്റ്. ഞങ്ങൾ ഈ ബോട്ട് റൈഡ് പോയപ്പോൾ തന്നെ ടോട്ടൽ ഓഫ് 6 or 7 ക്രോക്കഡൈൽസിനാണ് സ്പോട്ട് ചെയ്തത്. ഇമാജിൻ നമുക്കിങ്ങനെ കാണാൻ, അതായത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം റൈറ്റ് സൈഡിലും ലെഫ്റ്റിലും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോക്കഡൈൽസിനൊക്കെ ഇത്രയും കാണാൻ പറ്റണമെങ്കിൽ ഹൗ മെനി ക്രോക്കഡൈൽസ് വുഡ് ബി ദേ ഇൻസൈഡ് ഇറ്റ്. ആൻഡ് ഓൾസോ ബ്രൂണൈയിലെ സ്പെഷ്യലായിട്ട് കണ്ടുവരുന്ന പ്രൊബോസസ് മങ്കീസിന് നമുക്ക് ഈ ട്രിപ്പിൽ കാണാൻ പറ്റും. വീണ്ടും മൂന്നാമത്തെ മുതല തുറന്നു വെച്ചിരിക്കുന്ന മുതല. ഈ റിവറിൽ പോയിട്ടുള്ള ഷോർട്സ് കണ്ടപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുന്നതെന്ന്. പക്ഷേ ബ്രൂണൈയുടെ വേറൊരു പ്രത്യേകതയാണ്, ഇവിടെ മഴ പെയ്താൽ ഇവിടുത്തെ ഓടയിൽ വരെ മുതലുകളാണ് ഗൈസ്. ആൻഡ് അങ്ങനെ ഒരു കൺട്രിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇവരെയൊക്കെ വന്നൊന്ന് കാണണ്ടേ, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബോട്ടിങ്ങിന് ഇവിടെ വന്നത്. ഇവിടെ റിവർ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥലമുണ്ട്. ഒരു റിവറിൻ്റെ ബാങ്കാണ്, കുറേ ഷോപ്പിംഗ് കോംപ്ലക്സും വലിയ മോളൊക്കെ ഉള്ള ഒരു സ്ഥലം. ആൻഡ് യു നോ വാട്ട്, ബ്രൂണൈൻസിന് അവിടെ ഒരു പെറ്റ് ക്രോക്കഡൈൽ ഉണ്ട്. ദേ ഹാവ് നെയിംഡ് ഇറ്റ് ആസ് ദലൈല. ആൻഡ് ദലൈലയ്ക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. ദലൈലേനെ സ്പോട്ട് ചെയ്യുന്ന ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്ത് ആ പേജിൽ ഇങ്ങനെ ടാഗ് ചെയ്തിട്ട് പോസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഒരിക്കൽ അവിടെ പോകുമ്പോൾ ഞാൻ ബ്രൂണൈൻസിൻ്റെ പെറ്റ് ക്രോക്കഡൈൽ ദലൈലേനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വേറൊരു മുതല ഇതൊക്കെ ചെറുതാ ഗൈസ്. ഞാനും ഇങ്ങനെ ലൈവ് മുതലാസ് വലിയ എന്റെ മുന്നിൽ മുതലകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. എൻ്റെ അമ്മേ, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഡെൻസ് ഫോറസ്റ്റ് പോലെയില്ലേ, നമ്മുടെ ആമസോൺ കാടുകൾ അല്ലെങ്കിൽ നമ്മുടെ അനാക്കോണ്ടയിലെ ലൊക്കേഷൻ പോലെയൊക്കെ ഇല്ലേ. ഇതൊക്കെ തന്നെയാണ് ബോർണിയോ ഐലൻഡ്സിൻ്റെ ദ അൺടച്ച്ഡ് ഫോറസ്റ്റ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇറ്റ് വാസ് ബ്രെത്ത് ടേക്കിംഗ്ലി ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് സോ ഗുഡ്. ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് പ്രൊബോസസ് മങ്കീസിനെ കുറേ സ്പോട്ട് ചെയ്യാൻ പറ്റി. ബട്ട് ബോട്ടിൻ്റെ ഒച്ച കാരണം അവരൊക്കെ എങ്ങോട്ടേക്കോ ഓടിപ്പോയി ഒളിച്ചിരുന്നു. ആൻഡ് ഓൺലി ഫ്യൂ വേ ലെഫ്റ്റ് ഔട്ട്. ആ റിമൈനിങ് മങ്കീസിനെ കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ തുരുതുരാന്ന് മുതലകളെ കാണുന്നുണ്ട്. വെള്ളത്തിൽ ഫുൾ മുതലകളാണ്.